നമസ്കാരം. പതിരും കതിരും. എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുവാകും. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും. എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും. നമ്മുടെ ഡബിൾ എ റഹീം 2 മിനിറ്റ് യാചിച്ചു വാങ്ങി രാജ്യസഭയിൽ കടമ്മനിട്ട രാമകൃഷ്ണന്റെ കണ്ണൂർ കോട്ട എന്ന കവിതയിലെ വരികൾ ചൊല്ലിയത് ഓർക്കുന്നില്ലേ? അതെന്തായാലും അറം പറ്റിയല്ലോ റഹീമേ. നമ്മുടെ സുൽത്താൻ ഇപ്പോൾ ഏത് ഗുഹയിലൂടെ ഒളിച്ചോടുമെന്ന് കരുതി നടക്കുകയാണ്. അതിയാൻ്റെ കോട്ടകൊത്തളങ്ങളെല്ലാം പുരാവസ്തുവായി. പീരങ്കികൾ നിശബ്ദമായി തുരുമ്പിച്ചു തുടങ്ങി. അധികാരഭ്രഷ്ടനായതോടെ പിണറായിക്ക് പിന്നാലെ ദുരന്തങ്ങളുടെ ഘോഷയാത്രയാണ്. വീട്ടിൽ തള്ളിക്കയറി വന്ന ED 8 മണിക്കൂർ അദ്ദേഹത്തെ ബന്ദിയാക്കി. വീടാകെ അരിച്ചുപെറുക്കി. ആ വകയിൽ 10-300 അടിമകളെ കുരുതി കൊടുത്തു. നേതൃത്വം കൊടുത്ത് ഞെളിഞ്ഞ് കുത്തിയിരിപ്പ് സമരം നടത്തിയ നേതാക്കളെയും ഇപ്പോൾ ED അന്വേഷിച്ചു തുടങ്ങി. അതിനിടയിൽ അതാ 26 വർഷം തന്നെ പരിപാലിച്ച് നിഴൽ പോലെ കൂടെ നടന്ന ഗൺമാന്മാർ ഒളിവിൽ പോകേണ്ട ഗതികേടിലായിരിക്കുന്നു. പിണറായി വിജയന്റെ പ്രൗഢിയും പ്രതാപവും കണ്ട് രക്ഷാപ്രവർത്തനത്തിന് പോയവരാണവർ. ഇതിനിടയിൽ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിങ്ങിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്ന് പിണറായി വിജയന്റെ ഡ്രൈവറെ പോലീസുകാർ എടുത്തിട്ടങ്ങ് ചാമ്പി. AKG സെന്ററിന്റെ സ്വന്തം ഡ്രൈവർ PK അനൂപിനാണ് പോലീസിൽ നിന്നും മർദ്ദനമേറ്റത്. പിണറായി വിജയന്റെ ഡ്രൈവറെയും ഗൺമാനെയും ഒക്കെ കാണുമ്പോൾ മുട്ടുവഴി മുള്ളിയിരുന്ന പോലീസുകാരുടെയൊക്കെ രീതി അങ്ങ് മാറി. എവിടെ കിട്ടിയാലും കാച്ചുമെന്ന രീതിയിലായി. തീർന്നില്ല കാലത്തിൻ്റെ കളികൾ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ വിമാനത്തിൽ പ്രതിഷേധിച്ച സംഭവം ഓർക്കുന്നില്ലേ? ആ കേസിൽ പ്രതികൾക്കെതിരെ വ്യോമയാന നിയമം നിലനിൽക്കില്ല എന്ന് പോലീസ് കണ്ടെത്തി. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. ഇതിനിടെ മകളുടെ മാസപ്പടി കേസിൽ ED അന്വേഷണം ഊർജിതമായി. എപ്പോൾ വന്ന് പൊക്കിക്കൊണ്ടു പോകുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അശനിപാതം പോലെ അങ്ങനെ ഓരോരോ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിണറായിക്ക് നേരെ. ഏറ്റവും ഒടുവിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഇന്നലെ രാവിലെ മുതൽ ഗോവിന്ദനും ശശിയും ഒക്കെ പിണറായി വിജയന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഈ നമ്പർ നിലവിലില്ല എന്നാണ് കേട്ടത്. പിണറായി വിജയനെ ED സംഘം പൊക്കിക്കൊണ്ട് പോയോ എന്ന് കരുതി ആ പാവങ്ങൾ ഓടിപ്പാഞ്ഞെത്തി. വാടക വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ നിന്നും നെയ്മീൻ്റെ മണം വരുന്നുണ്ട്. അതോടെ ഉച്ചയൂണിന് ആൾ സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കി തിരിച്ചു പോന്നു. എന്താണ് സംഭവിച്ചത് എന്നറിയണ്ടേ? മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന ഒരു ഔദ്യോഗിക ഫോൺ നമ്പറുണ്ട്. ഇതുവരെയുള്ള കുടിശ്ശിക തീർത്ത പൊതുഭരണ വകുപ്പ് അതങ്ങ് കട്ട് ചെയ്തു. ഔദ്യോഗികമായി അനുവദിച്ച നമ്പറുകൾ പദവി ഒഴിയുമ്പോൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. എന്നാൽ ഒരു വാക്കുപോലും പിണറായി വിജയനോട് അനുവാദം ചോദിക്കാതെയാണ് അവർ ഈ കൊടും ചതി കാണിച്ചു കൂട്ടിയത്. സ്റ്റാഫിലുള്ളവർ നമ്പർ തിരികെ ഏൽപ്പിച്ചെങ്കിലും പഴയ നമ്പർ പിണറായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ നമ്പര് വെച്ച് ഞാൻ 3-ാം പിണറായി വിജയൻ എന്ന് പറയുന്നതായിരുന്നു പരിപാടി. അങ്ങനെ ആ ഫോൺ നമ്പരും പോയി. മുഖ്യമന്ത്രിയായ കാലത്ത് കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് കറുത്ത കാറിലായിരുന്നല്ലോ സഞ്ചാരമെല്ലാം. ആ കറുപ്പ് മാറി ഇപ്പോൾ വെള്ളക്കാറിലാക്കി യാത്ര. ഏതോ ജോത്സ്യനെ വരുത്തി നോക്കിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംഖ്യാശാസ്ത്രം അനുസരിച്ച് 99 എന്ന നമ്പരാണ് അങ്ങേക്ക് ചേരുന്നതെന്ന്. ഇപ്പോൾ ആ നമ്പറിന് വേണ്ടിയുള്ള പിടിയാണ്. 99 എന്ന അക്കത്തോട് പിണറായി വിജയന് വൈകാരികമായ മറ്റൊരു അടുപ്പം കൂടിയുണ്ട്. 2ാം പിണറായി സർക്കാർ 99 സീറ്റോടെയാണ് അധികാരത്തിൽ വന്നത്. ഈ നമ്പരിട്ട് നടന്നാൽ ജനം വീണ്ടും 99 തിരിച്ചു കൊടുക്കുമെന്നാണ് പാവം കരുതിയിരിക്കുന്നത്. ആ 99 100 ആവുന്നത്ര പണിയെല്ലാം നോക്കി ഓരോ ഉപതെരഞ്ഞെടുപ്പിലും സെഞ്ചുറി അടിക്കുമെന്നൊക്കെ ചെല്ലുന്നിടത്തെല്ലാം പറഞ്ഞു. ഒരർത്ഥത്തിൽ ഈ 99 എന്ന അക്കം പിണറായി വിജയന് അശുഭമാണ്. ഔദ്യോഗിക വാഹനമായി 2022 ജനുവരി മുതൽ കറുത്ത കാറാണ് പിണറായി ഉപയോഗിക്കുന്നത്. അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന പാഷാണൻ ഷാജി പിണറായി വിജയനെ ഉപദേശിച്ചു, രാത്രിയിലുള്ള ആക്രമണം തടുക്കാൻ കറുത്ത കാറാണ് അങ്ങേക്ക് ഉത്തമം. അങ്ങനെയാണ് നിറം കറുപ്പായത്. എന്നിട്ട് ഇത്രയും കാലമായിട്ടൊരു കൊതുക് പോലും പിണറായി വിജയനെ രാത്രിയിൽ ആക്രമിച്ചിട്ടില്ല. ഇനി ഒരാഗ്രഹമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ അപശകുനം പിടിച്ച വാടക വീട്ടിൽ നിന്നും കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് താമസം മാറണം. അവിടെ നിന്നും VD സതീശൻ ഇറങ്ങി ക്ലിഫ് ഹൗസിലേക്ക് പോയാലേ അവിടെ പോയി പൊറുക്കാൻ കഴിയൂ. ഇപ്പോൾ തന്നെ കട്ടിലും പായും തലയണയും എല്ലാം ഭയങ്കര പ്രതിഷേധത്തിലാണ്. ഞങ്ങൾ ഏതൊക്കെ വീടുകൾ ഇങ്ങനെ കയറി ഇറങ്ങണം? കഴിഞ്ഞ 10 വർഷം ആ കട്ടിൽ ക്ലിഫ് ഹൗസിൽ കിടന്നങ്ങ് സുഖിച്ചു പോയി. രക്ഷാപ്രവർത്തനത്തിന് പിണറായി വിജയൻ നിയോഗിച്ച ആ ഗുണ്ടാ സംഘം 5 എണ്ണം എങ്ങോട്ട് പോയെന്ന് പോലീസ് തപ്പി നടക്കുകയാണ്. അവർ ഒന്നുകിൽ AKG സെന്ററിന്റെ 6ാം നിലയിൽ കാണും, അല്ലെങ്കിൽ പിണറായി വിജയന്റെ വാടക വീട്ടിൽ കാണും. അവരോട് കണക്ക് തീർക്കാമെന്നും വിരട്ടാമെന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞാണ് കമ്മികളും അന്തങ്ങളും പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. അവരുടെ രക്ഷയ്ക്ക് ഞങ്ങളുണ്ടെന്നും പറഞ്ഞു. ഇപ്പോൾ സ്വന്തം രക്ഷ പോലും അപകടത്തിലായ നിലയിൽ സമരത്തിന് പോയന്മാരൊക്കെ വാ പൊളിച്ചോടുകയാണ്.
ജനങ്ങൾ അധികാരത്തിലേറ്റിയെന്ന് കരുതി നിലത്തും താഴെ നിൽക്കാതെ നിഗളിക്കുന്ന സകല അവന്മാർക്കുമുള്ള അനുഭവങ്ങളാണിപ്പോൾ പിണറായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അക്രമസമരത്തിന് നേതൃത്വം നൽകിയ കടകംപള്ളിയും ശിവൻകുട്ടിയും ഗോവിന്ദനും വി ജോയിയും നിലവിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഇനി പിള്ളേരെ ഇറക്കി സമരം ചെയ്യാമെന്ന് വെച്ചാൽ പുറം പൊളിയുമെന്ന് വന്നാൽ അവരും ഇറങ്ങാത്ത അവസ്ഥയായി.